എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഏട്ടൻ സിനിമ കാണാൻ പോവാന്ന് പറയണത്. പിന്നെ നമ്മുടെ ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കതിന് പെട്ടെന്ന് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉത്സവം കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ എമ്പുരാൻ കാണാൻ പോവാന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴാണ് ബിജിതയും ഏട്ടനും കുട്ടിയൊക്കെ കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു ദിവസം പോവാന്ന് കരുതിയിട്ട് നമ്മൾ ഇന്ന് സിനിമയ്ക്ക് പോയി. കുട്ടിച്ചൻ മുന്നേ പോയിട്ടുണ്ടായിരുന്നു. കുട്ടിച്ചൻ തിയേറ്ററിൻ്റെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും എന്താണെന്നുള്ള എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത്. നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ, ഇടിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മളൊരു 8 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 8:30-ക്കുള്ള ഷോയ്ക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എംലാലിലാണ് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. കുറേ പേരൊക്കെ നമ്മുടെ ഇവിടുത്തെ ആ സിനിമ കണ്ടു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റിവ്യൂ ചോദിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നമുക്ക് നേരിട്ട് പോയി കണ്ട് അനുഭവം അറിയാമല്ലോ എന്ന് കരുതി. ഉണ്ണിമോൾ കണ്ടിട്ടുണ്ടായിരുന്നു, അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊതുവേ ഞാനൊരു സിനിമ ലെവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര സിനിമേനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ ആധികാരികമായിട്ട് പറയാനൊന്നും അറിയില്ല. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി കേട്ടോ. അവിടെ കുട്ടിച്ചൻ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഒന്ന് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ മേളം കഫേയിലേക്ക് വന്നു. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഷൊർണൂരിലത്തെ മേളം കഫേയിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. 8:30 മുതൽ 11:30 വരെ ഇരിക്കേണ്ടതെന്ന് കരുതിയിട്ട്. അപ്പോൾ നല്ല മഴ വന്നപ്പോൾ ഞങ്ങൾ ഓടി കയറി ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ കാണിച്ചിട്ട് നമ്മൾ ടിക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിച്ച അതാ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എമ്പുരാൻ പടം കാണാനെത്തിട്ടോ ഗായ്സ്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഒരു വേറെ ലെവൽ തന്നെയാണ്. നമുക്ക് ഇതുവരെ കാണാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയാണ്. BGM സൂപ്പറായിരുന്നു. പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് BGM വേണം എന്നുള്ള ഒരു ഇടയ്ക്ക് നമ്മുടെ മനസ്സിലേക്ക് തന്നെ തോന്നിപ്പോവുകയാണ്. നമ്മുടെ സ്വന്തം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ, അത് കാരണം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. സിനിമയുടെ മേക്കിങ്ങും ഫ്രെയിമും എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വേറെ ലെവൽ സിനിമ തന്നെയാണിത്. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞാണ് നമുക്ക് പടം കത്തിക്കയറിയെന്ന് തന്നെ പറയാം. അതുവരെയും പ്രത്യേകിച്ച് നമുക്കൊന്നും ഇല്ലാത്ത പോലെ ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലേക്കൊരു തങ്ങി നിൽക്കാൻ മാത്രം അങ്ങനെ ഒരു ഫീൽ ഇല്ലാത്ത പോലെ തോന്നി. ഇനി അതൊക്കെ കട്ട് ചെയ്ത കാരണമാണോ എന്ന് അറിയില്ല നമുക്ക്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യാത്ത അവസ്ഥയായിരുന്നു. ഇൻ്റർവെല്ലിന് ശേഷം ഫോറസ്റ്റ് ഫൈറ്റൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് കൊടുത്ത കഥാപാത്രങ്ങൾ അവർ ഏറ്റവും നന്നായി മികച്ചതായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കൊരു പോരായ്മകൾ സിനിമയ്ക്കില്ല. ആ ഒരു നമ്മുടെ മനസ്സിലേക്ക് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സിനിമ ഒരു എക്കാസക്ക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തു, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മൾ അത്ര വലിയ സിനിമ ലവർ അല്ലെങ്കിൽ കൂടി നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് കാണണം അങ്ങനെ ഒരു നമ്മുടെ മനസ്സിലേക്ക് എഴുതുന്നുണ്ടല്ലോ. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് അത്രയും ഹൈപ്പ് കൊടുത്തതിന് ഉണ്ടോ എന്നുള്ളതൊരു സംശയം തോന്നി. പടം കണ്ടു കഴിഞ്ഞിറങ്ങുന്നവരൊക്കെ എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ തന്നെയാണ് പറയണത്. ലൂസിഫറിൻ്റെ അത്ര പോരാ എന്നുള്ളത് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മേക്കിങ്ങും ഫ്രെയിമും എല്ലാം കൊണ്ടും വേറെ ലെവൽ തന്നെയാണ് പടം. പക്ഷെ എന്നാലും നമുക്ക് എന്തോ ഒരു ലൂസിഫറിൻ്റെ ആ ഒരു ഫീലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നത്. പടത്തിൻ്റെ ക്ലൈമാക്സും അതെ, നമുക്ക് അങ്ങോട്ട് എത്തിയോ എത്തിയില്ല എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു. ഒരു പക്ഷേ നമുക്ക് തേർഡ് ഭാഗത്തിൽ ഇതിലും വമ്പൻ ട്വിസ്റ്റായിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ടായിരിക്കും. അതിലായിരിക്കും ട്വിസ്റ്റ് കിടക്കുന്നതെന്ന് നമ്മൾ കരുതുന്നു. അങ്ങനെ പിന്നെ നമ്മൾ സിനിമ കണ്ട് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടിയിട്ട്. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു.